ഹലോ എവരിവൺ. വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഐസർ കൊൽക്കത്തയിൽ നിന്നും ആദിലാണ്. ആദിലിന്റെ പ്രത്യേകത, ആദില് നമ്മളുടെ ക്രിസ്പറിന്റെ ആദ്യത്തെ ക്രാഷ് കോഴ്സ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം ക്രിസ്പറിന്റെ ഒരു 50 ദിവസത്തെ ക്രാഷ് കോഴ്സിലൂടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഐസർ എക്സാം ക്ലിയർ ചെയ്ത് ഐസർ കൊൽക്കത്തയിൽ BS കോഴ്സിന് പഠിക്കുന്ന ആളാണ് ആദില്. സോ നമ്മൾ ആദിലുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ആദിലെ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം അതിലൊന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് അതില്? എവിടുന്നാണ് വരുന്നത്? ആൻഡ് എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ? പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ സാറ് പറഞ്ഞ പോലെ തന്നെ പേര് ആദിൽ. നാട് പാലക്കാട്. ഇപ്പൊ ഐസർ കൊൽക്കത്തയില് BSMS ഡുവൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കലാണ്. ഒരു ബയോളജിയിൽ ഇൻട്രസ്റ്റ് ആണ് എനിക്ക്. സോ അതായിരിക്കും മിക്കവാറും അതായത് ബയോളജിയിലാണ് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 കോഴ്സുകളാണല്ലോ ഈ നീറ്റ് അല്ലെങ്കിൽ JEE. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഐസർ പെർസ്യൂ ചെയ്യണം എന്നുള്ള ഒരു തോട്ടൊക്കെ ഏത് സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്? അതായത് എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു ഫിസിക്സിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഐസർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് എനിക്ക് ഒരു പരിചയം ഉണ്ടായത്. പിന്നെ ഈ ഫിസിക്സിലൊരു ഇൻട്രസ്റ്റ് ഏത് സമയത്താണ് വരുന്നത്? അതായത് ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്ന 10th ഇലക്ട്രിസിറ്റി ആ പോർഷൻസ് എല്ലാം പഠിക്കുമ്പം അന്നേരം തന്നെ ഒരു എല്ലാത്തിൻ്റെ ഒരു കണക്ഷൻസ് ഒരു മേക്ക് സെൻസ് ആ ഒരു ഇതിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ ഫിസിക്സിൽ എന്തുകൊണ്ട് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ്? സബ്ജക്റ്റ് ഫസ്റ്റ് സബ്ജക്റ്റായിട്ട് കൺസെപ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ എനിക്ക് എല്ലാം ലിങ്ക് ആവുന്നുണ്ടായിരുന്നു. അതായത് ഏത് ഫീൽഡിലാണെങ്കിലും, അതായത് ഇപ്പോൾ 12th പഠിച്ച ന്യൂക്ലിയർ ഫിസിക്സ് ആ പാർട്സ് മൊത്തം മേക്ക് സെൻസ്. ആ ഒരു കാരണം കെമിസ്ട്രിയിൽ ഫസ്റ്റ് പഠിച്ച ആ ഭാഗം അതുപോലെയല്ല ആ 12th പഠിച്ച ഒരു ഇത്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അത് ഹൈസ്കൂൾ തൊട്ട് തന്നെ സബ്ജക്റ്റ് ഫിസിക്സ് ഇഷ്ടപ്പെട്ടിട്ടാണ് കൺസെപ്റ്റ് ഐസറിൽ ടീച്ചിങ് ഇൻ ഫിസിക്സ് ആ ഒരു ഇതിൽ എനിക്കൊരു ഫിസിക്സിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഫീൽഡ് എന്നൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഓബ്വിയസ്ലി പണ്ടത്തെ ഫേമസ് ഫിസിസിസ്റ്റ് അവരുടെ ഒരു ഇതിൽ കഥകൾ കേട്ട് ഒരു ഇതും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഒരു ഫിസിസിസ്റ്റ് ആവണം എന്ന്. ഈ ഫിസിക്സിനോടുള്ള ഇൻട്രസ്റ്റിൽ പിന്നെ നമ്മൾ അതിന് പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാപനങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കും. എങ്ങനെയാണ് ഐസറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? അങ്ങനെ സിമ്പിൾ ഗൂഗിൾ സെർച്ചസ് അങ്ങനെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് അറിയായിരുന്നു. ഐസർ, നൈസർ, IIS. ഇപ്പം 7 ഐസറുകളാണല്ലോ ഇന്ത്യയിലുള്ളത്. അതിൻ്റെ ഒരു മാർക്കും റാങ്കും ഒക്കെ വെച്ചിട്ട് ഇപ്പം കിട്ടിയ ഐസർ കൊൽക്കത്തയിനെക്കാട്ടിലും വേറെയും ഓപ്ഷൻസ് കിട്ടുമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഐസർ കൊൽക്കത്തയിലേക്ക് പോകാന്നുള്ളൊരു തീരുമാനം എടുത്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫസ്റ്റിന് സാറിൻ്റെ കൂടെ കണക്ഷനിൽ കൂടെ തന്നെ ഐസർ കാരണം എനിക്ക് മെയിൻ കൺഫ്യൂഷൻ മൊഹാലിയും കൊൽക്കത്തയും അതിൽ നിന്ന് ഏതാണ് ബയോളജിക്ക് വേണ്ടിയിട്ട് നല്ലതെന്ന്. കാരണം ഇതിൻ്റെ ഇടയിൽ തന്നെ ഇത് കോച്ചിങ്ങിന് എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഫിസിക്സ് വേണ്ട, ബയോളജി, സോ ഓബിയസ്ലി ബയോടെക്നോളജി ആ ഭാഗം പഠിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇനിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ആയിരുന്നു ഇഷ്ടം. പിന്നെ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്ത് മനസ്സിലായി ബയോളജിയാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ടെക്സ്റ്റ് ബുക്സ് വായിക്കാറുണ്ടായിരുന്നു, കോളേജ് ലെവൽ ടെക്സ്റ്റ് ബുക്സ് ബയോളജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഇൻട്രസ്റ്റ് കൂടി വന്ന് ആ ഒരു ബയോളജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ച സമയത്ത് ആ ടെക്സ്റ്റ് ബുക്സിൽ. അപ്പം കോച്ചിങ്ങിന്റെ ഇടയിൽ തന്നെ ഈ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആയി. അതായത് ഫിസിക്സ് അല്ല, കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബയോളജി അടിപൊളിയാണെന്ന് തോന്നി. എനിക്ക് ഇതുണ്ടായിരുന്നു. ബയോളജി ഏറ്റവും നല്ലത് എവിടെയാന്നുള്ള അന്വേഷണത്തിലാണോ മൊഹാലി അല്ലെങ്കിൽ കൊൽക്കത്ത എന്നൊക്കെ രീതിയിൽ? അപ്പൊ ആ ഒരു തീമില് അതായത് ഇത് കൊടുക്കുന്നതിന്റെ ഇടയില് പ്രിഫറൻസ് ഓർഡർ ഐസറിന്റെ അപ്പോ എനിക്ക് മൊഹാലി അത് കഴിഞ്ഞിട്ട് കൊൽക്കത്ത ആൾക്കാർ പറയുന്ന ആ ഒരു ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിഫറൻസ് ഓർഡർ. അപ്പൊ അതിൽ മൊഹാലി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ബയോളജിക്ക് വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻ്റ്ലി. സോ അങ്ങനെ മൊഹാലിയാണോ നല്ലത് കൊൽക്കത്തയാണോ നല്ലതെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഫ്രീസ് ചെയ്താൽ മൊഹാലി ഫിക്സ്ഡ്, ഫ്ലോട്ട് ചെയ്താൽ കൊൽക്കത്തയിൽ പോകാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ടായിരുന്നു. കാരണം റാങ്ക് ഡിഫറൻസ് അത്രക്കും കുറവായിരുന്നു ആ ടൈമിൽ. അപ്പം അതിൻ്റെ ഇടയിൽ സാറിൻ്റെ കോണ്ടാക്ട്സിലൂടെ എനിക്ക് അവിടുത്തെ സ്റ്റുഡൻസിനോട് തന്നെ സംസാരിക്കാൻ പറ്റി. അങ്ങനെ നമ്മളുടെ മെന്റേഴ്സ് ത്രൂ ഉള്ള കണക്ഷൻസ്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് അവരുടെ ഇൻസൈഡിൽ തന്നെ മനസ്സിലായി കൊൽക്കത്ത ഹാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ്. സോ കെമിസ്ട്രിയും ബയോളജിയും അതിൻ്റെ
ഇന്റർലിങ്കിങ് ഭയങ്കര ക്ലോസ് ആണ്. ഇപ്പം ഐസർ കൊൽക്കത്തയിൽ എത്തിയതിന് ശേഷം ഐസർ കൊൽക്കത്തയിലുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താ തോന്നിയത്? ആദ്യമായിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് എവിടെയും റിപ്പീറ്റ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് സ്കൂളിംഗ് എന്ന് പറഞ്ഞ രീതി ഉണ്ടാവും. ഐസർ കൊൽക്കത്തയിൽ എത്തുന്ന സമയത്ത് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, വലിയ ലോകമാണ്, നമ്മളെ ചുറ്റും മലയാളികൾ മാത്രമൊന്നും ഉള്ളത്. അപ്പം ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താ തോന്നുന്നു? ദൈവമേ പെട്ടല്ലോ എന്നുള്ള ആ ഒരു രീതിയിലാണോ? അതായത് ചെറുങ്ങനെ, പക്ഷെ കംപ്ലീറ്റ്ലി അങ്ങനെയല്ല. ഫസ്റ്റ് തന്നെ വന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഹോം സിക്നെസ് ഉണ്ടായിരുന്നു. അത് ഓബ്വിയസ്ലി എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് വൺസ് ഐ ഗോട്ട് യൂസ്ഡ് ടു ഇറ്റ്, വിച്ച് ഇസ് ജസ്റ്റ് 1 വീക്ക്, അപ്പം തന്നെ എല്ലാം കംഫർട്ടബിളായി, എല്ലാം പരിചയമെല്ലാമായി, എല്ലാം നോർമലായിട്ട് വീണ്ടും സ്കൂൾ പോലെ തന്നെ എനിക്ക് തോന്നി തുടങ്ങി. കാരണം ഒരു ഹോം ഫീൽ വരാം. അതന്നെ, കാരണം പ്രൊഫസർമാർ എടുക്കുന്ന ക്ലാസ്സുകളും ഓബ്വിയസ്ലി ഒരു ലെക്ചർ പോലെ എടുക്കുന്നത്, ക്ലാസ് റൂം സെറ്റപ്പിലല്ല. ബട്ട് ആഫ്റ്റർ ക്ലാസ് വി ഗോ ഔട്ട്സൈഡ്, ലൈക്ക് അവനോട് ഡയറക്റ്റ് സംസാരിക്കുക, അതേ സാധാ സ്കൂളിൽ പോലെ 1-on-1 ഇൻട്രാക്ഷൻ ടീച്ചറിനോട് അതുപോലെ തന്നെ വീണ്ടും ആയി കിട്ടി. അപ്പം അങ്ങനെ യൂസ് ടു ആയി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്ന രീതിയിലുള്ള എല്ലാം എഴുതി പഠിച്ച് വായിച്ചൊക്കെ എഴുതി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ആണല്ലോ. നേരെ മറിച്ച് ഐസറിൽ എത്തുന്ന സമയത്ത് ഐസർ ഒബിയസ്ലി നമ്മളുടെ കരിക്കുലം വൈസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഹാർഡ് ആയിട്ടില്ല, കാരണം നല്ല ലെവലിൽ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചാൽ 10 വർഷം എടുത്താലും തീരാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെ ഫീൽ ചെയ്ത് സ്കൂളിൽ നിന്ന് റിപ്പീറ്റ് ഒന്നും ചെയ്യാതെ നേരെ അങ്ങോട്ടേക്ക് ഐസർ എന്ന് പറയുന്ന വലിയ ക്ലാസ് റൂം ആൻഡ് ഇന്ത്യയിലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൈൻഡ്സ്, വലിയ വലിയ പ്രൊഫസേഴ്സ്, ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്? സോ ഓബ്വിയസ്ലി ലെവൽ ഓഫ് ടീച്ചിങ് അതാണ് മെയിൻ ചേഞ്ച്. അതായത് എക്സ്പ്ലോർ ചെയ്യുന്ന തീം ഇനിയും ഭയങ്കര ഇൻഡെപ്റ്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും കോംപ്രിഹെൻസിബിൾ ആണ് ഓബ്വിയസ്ലി. കാരണം എല്ലാത്തിനും വേണ്ടിയിട്ടും ഇപ്പോൾ ക്ലാസ്സിൽ മനസ്സിലായിട്ടില്ലെങ്കിലും അതിൻ്റെ കൂടെ TA സിസ്റ്റമും കൂടിയുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഡയറക്റ്റ് ടി എന്ന് പറഞ്ഞാൽ ടീച്ചിങ് അസിസ്റ്റന്റ്. ടീച്ചർ ഒരു മെയിൻ പ്രൊഫസർ ഉണ്ടാവും, അവരുടെ കൂടെ അവർ അറിയാത്തതിൻ്റെ ആയിട്ടുള്ള PhD സ്റ്റുഡൻസിന്റെ പോലെ. ആ നമ്മൾ ഓഡിയൻസിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ടീച്ചേഴ്സും ഉണ്ടായിരിക്കും, ആൻഡ് ടീച്ചേഴ്സിന്റെ കൂടെ അവരെ അസിസ്റ്റ് ചെയ്യുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളെയാണ് നമ്മൾ ടീച്ചിങ് അസിസ്റ്റൻസ് ചെയ്യുന്നത്. വല്ല പ്രശ്നം ഉണ്ടെങ്കിലും അവരെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഫുൾ ഫ്രണ്ട്ലിയാണ് സിസ്റ്റം. ഇപ്പോൾ എല്ലാ അസിസ്റ്റൻസിനും എന്ത് ആസ്പെക്റ്റിലാണെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ബെസ്റ്റ് റിസോഴ്സസ് അതുവരെ റെക്കമെൻഡ് ചെയ്യാൻ അവർ റെഡിയാണ്. അപ്പം ടീച്ചിങ് മെത്തേഡിൽ ഇപ്പം നമ്മളൊരു ബോർഡിലൊക്കെ എഴുതി പഠിപ്പിക്കുന്ന രീതി അങ്ങനത്തെ ഒരു രീതിയിലല്ലല്ലോ മെജോറിറ്റി ഓഫ് ദ ലെക്ചേഴ്സും ഐസറിൽ എത്തിയാലുണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്ലൈഡ് സിസ്റ്റം വേഴ്സസ് നമ്മളൊരു സ്പൂൺ ഫീഡിങ് സിസ്റ്റം, അതിലെന്ത് വ്യത്യാസമാകും? എന്തെങ്കിലും ഡിഫിക്കൽറ്റി തോന്നിയിട്ടുണ്ടായിരുന്നോ? ആ അതായത് തുടക്കത്തിൽ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ഓബ്വിയസ്ലി. ബട്ട് അഗൈൻ ആസ് എ സെറ്റ്, ഈ ഔട്ട്സൈഡ് ഓഫ് ദ ക്ലാസ് റൂം ഡയറക്റ്റ്ലി പ്രൊഫസേഴ്സിനെ അപ്രോച്ച് ചെയ്യുക, അവർ എന്ത് അസിസ്റ്റൻസിനാണെങ്കിലും റെഡിയാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഓഫീസിലും വേണമെങ്കിൽ വിസിറ്റ് ചെയ്യുക അവരുടെ ടൈം അനുസരിച്ചിട്ട്. അതന്നെ, അതുകൊണ്ട് അവർ ഫസ്റ്റ് ക്ലാസ് തന്നെ അതായിരുന്നു അവരുടെ ഫ്രീ ടൈമും എല്ലാ ഓഫീസ് ഹവേഴ്സും മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യൽ. അങ്ങനെ അവരുടെ എപ്പം വേണമെങ്കിലും വിസിറ്റ് ചെയ്യുക, ആ ഒരു കംഫർട്ട് ഇതാണ് എല്ലാ പ്രൊഫസർമാരും. ഒറ്റൊന്ന് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളുടെ കോൺവെർസേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഐസർ ആസ്പിറൻസ് ഉണ്ടാവും. അപ്പം പല ആൾക്കാരും ഐസർ എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ നോക്കിയിട്ട്, ഐസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നിലയും വിലയുള്ള ഒരു പരിപാടിയാണ്, അപ്പം അത് വെച്ചിട്ട് ഐസറിലേക്കൊക്കെ എത്തണം എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നു. ഏത് ടൈപ്പ് സ്റ്റുഡൻസ് ഈ ഐസറിൽ എത്തിയാലാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക? അതായത് ഒരു പ്രത്യേക അതായത് അവിടെ നമ്മൾ ഐസറിൽ എത്തിയാൽ ഇത്തരം സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഡിഫിക്കൽറ്റീസ് അവിടെ ഫേസ് ചെയ്യും എന്ന് തോന്നുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അതായത് മാത്സ് വീക്ക് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് വീക്ക് ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? യെസ്, ഓബ്വിയസ്. കുറേ പേർക്ക് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർക്കും ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ TA സിസ്റ്റം അവർ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇപ്പം ലാംഗ്വേജ് മെയിൻലി ഒരു ഇഷ്യൂ ആണ് കുറേ പേർക്ക്. കാരണം എല്ലാവർക്കും ഇംഗ്ലീഷ് ഇത് ഇല്ല, സ്കൂളിംഗ് ലെവലിൽ തന്നെ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. സോ അവർക്ക് ക്ലാസ് ഇംഗ്ലീഷ് ആണെങ്കിലും ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ദേ ക്യാൻ അപ്രോച്ച് ദ TAs. സോ അത് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ എൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഇത്
അവനും അതേപോലെ തന്നെയാണ് അപ്രോച്ച് ചെയ്യാറ് എല്ലാ TA-മാരെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ മാത്സ് അവർക്കാണ് മെയിനായിട്ട് ഇഷ്യൂ തോന്നുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് ഹിയർ ഡയറക്റ്റ് ജമ്പ് ചെയ്യലാണ് ഒരു മാത്സ് മാത്സ് മാത്രം പഠിക്കുന്ന ഒരു ഇവരുടെ ഇതിൽ മാത്രമായിട്ട് പോകുന്ന ഒരു രീതിയിലാണ് പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത്. സോ അതന്നെ. അതായത് ലാംഗ്വേജ് അറിയാത്തതും അതുപോലെ മാത്തമാറ്റിക്സിൽ വീക്ക് ആയിട്ടുള്ള ആൾക്കാരും ഇനീഷ്യലി ഒരു BSMS അറ്റ്ലീസ്റ്റ് ഇൻ കൊൽക്കത്ത കുറച്ച് സ്ട്രഗിൾ ചെയ്യും. പക്ഷെ അത് ഓവർ ടൈം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണോ അതോ ഓബിയസ്ലി ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ക്ലാസ്സസ് ഉണ്ട്. ഓവർ ടൈം ഓബിയസ്ലി അവരായിട്ട് തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ക്ലാസ് കേട്ടിരുന്ന് അങ്ങനെ തന്നെ കൺസെപ്റ്റ് സൈഡിലൂടെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ലാംഗ്വേജും ബിൽഡ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു തോന്നല്. ബട്ട് യെസ് അങ്ങനെ പറ്റുമായിരിക്കും. മാത്സ് ആണ് മെയിനായിട്ട് ഇഷ്യൂ ആയിട്ട് ഉണ്ടാവാനുള്ള ചാൻസ്. പക്ഷെ അങ്ങനെയാണെങ്കിലും വിത്ത് ടൈം ദേ ക്യാൻ ജസ്റ്റ് ആസ്ക് എനി ഓഫ് ദ TAs അവർ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഇനി ഐസർ കൊൽക്കത്തയിലെ ഒരു ഹോസ്റ്റൽ ലൈഫ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ഒരു ഹോസ്റ്റൽ ലൈഫ് ആൻഡ് മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ അവിടെ എത്രത്തോളം ഉണ്ട്? സോ ഓബിയസ്ലി ഹോസ്റ്റൽ ഇപ്പോൾ കുറച്ച് കൺജസ്റ്റഡാണ്. പക്ഷെ ഒരു ന്യൂ ഹോസ്റ്റൽ വരുന്ന ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. സോ റൈറ്റ് നൗ ഡബിൾ ഒക്യുപ്പൻസി റൂം ട്രിപ്പിൾ ഷെയറിങ് ആണ് നടക്കുന്നത്. ബട്ട് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. വിത്ത് ടൈം എന്തായാലും യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. ഈ മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ ഒരു മലയാളി ഗ്രൂപ്പ് ഗാങ് അങ്ങനത്തെ പരിപാടി വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആണ്. ഏത് ഐസറിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലും വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഓണം സെലിബ്രേഷൻ ആണെങ്കിലും എവിടെ കൊൽക്കത്തയിൽ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആണ്. സോ എല്ലാവരും കൂടെയാണ് കൊൽക്കത്ത മലയാളി സമാജ് അവരുടെ ഓണം സദ്യ പ്രോഗ്രാമിന് പോയത്. ഓണത്തിൻ്റെ അന്ന് എല്ലാവരും കൂടെ പോലെ. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു നമുക്ക് അവിടെ മെസ്സിന്റെ ഫുഡ് പറഞ്ഞല്ലോ, അവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ അവൈലബിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഓബിയസ്ലി ഊത്തപ്പവും ദോശയും ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഐസറിലേക്ക് എത്തുന്ന സമയത്ത് ഐസറിൽ എല്ലാവരും എന്താ പറയുക, ഐസറിനെ കാണുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. അപ്പൊ ഐസറിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് ഒരു സെമസ്റ്ററാണ് കഴിഞ്ഞു. ഈ ഒരു സമയം കൊണ്ട് തന്നെ റിസർച്ചിനെ കുറിച്ചും എന്താണ് റിസർച്ചിന്റെ ഫണ്ടമെന്റൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ? ഓബിയസ്ലി ചില പ്രൊഫസർമാർ അങ്ങനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ എൻ്റെ ബയോളജി സുമന അന്നഗിരി മാം ടീച്ചർ പ്രൊഫസറെ ഭയങ്കര ഇതായിട്ട് തന്നെയാണ് റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ ആലോചിക്കണം അതാണ് മെയിൻ അപ്രോച്ച്. ക്ലാസ്സിൻ്റെ കൺസെപ്റ്റിനെ കാട്ടിയും കൂടുതൽ എങ്ങനെ ആലോചിക്കണം എന്നാണ് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് സെമസ്റ്റർ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് അപ്രോച്ച്. അതായത് തിങ്കിങ് ലൈക്ക് എ സയന്റിസ്റ്റ്, ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഫസ്റ്റ് ലെക്ചർ തന്നെ വാട്ട് മേക്സ് സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയർ ഡിഫറെൻറ്റ് അതായിരുന്നു ഫസ്റ്റ് തന്നെ ക്ലാസ്സിൽ ചെയ്തത്. അപ്പൊ അത് ആ ഒരു ഡേ 1 തൊട്ട് നമുക്കൊരു സെൻസ് ഓഫ് ബീങ് എ സയന്റിസ്റ്റ് എന്താന്നുള്ളത് ശരിക്കും മനസ്സിലാവും. പിന്നെ ഐസർ കൊൽക്കത്തയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? നമ്മൾ കേരളത്തിൽ നിന്നാണ് പോകുന്നത്, അതവിടെ ഒരു എന്താ പറയുക വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പം എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ ഇനീഷ്യലി ഉണ്ടായിട്ടുണ്ടായിരുന്നു? അതായത് ഓബിയസ്ലി ആർക്കാണെങ്കിലും ഇനീഷ്യലി വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഹോം സിക്നെസ് ഉണ്ടാവട്ടെ, അത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതാണെങ്കിലും വിത്തിൻ 2 weeks ഐ ഗോട്ട് യൂസ്ഡ് ടു ഇറ്റ്. ഇനി അതില് സ്കൂളിങ്ങിന് ശേഷം ജസ്റ്റ് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൊണ്ടാണ് പ്രിപ്പയർ ചെയ്ത് ആദ്യത്തെ തവണ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേണിയും കൂടെ നമുക്ക് ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യാം. എങ്ങനെയായിരുന്നു അതിൽ ഐസറിന് വേണ്ടിയിട്ട് നോക്കാൻ തുടങ്ങിയിട്ടുള്ളത്? അതായത് ഐസർ എന്ന് പറഞ്ഞൊരു സ്വപ്നം കണ്ടു തുടങ്ങിയത് 10ാം ക്ലാസ്സിനൊക്കെ ശേഷമാണ്. +1 +2 എന്തൊക്കെ കാര്യങ്ങളാണ് ഐസറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട് അതിനായിട്ട് ഒരു പ്രിപ്പും ചെയ്തിട്ടില്ല. ബോർഡ് പ്രിപ്പ് അത് ഫസ്റ്റ് കഴിയട്ടെ, പിന്നെ അത് കഴിഞ്ഞിട്ട്
ഐസറിന് വേണ്ടിയിട്ട് നോക്കാന്നായിരുന്നു. അത് ഒരു കൊല്ലം ഡെഡിക്കേറ്റ് ചെയ്യാന്നാണോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? ഐസറിന് വേണ്ടിയിട്ട് ഒരു വർഷം മാറ്റി വെക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മാറ്റി വെക്കാന്നല്ല, ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ അതിന് വേണ്ടിയിട്ടായിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഓബ്വിയസ്ലി എൻ്റെ ഒരു ധാരണ അന്നേരം ഈ ബോർഡ് ലെവൽ പ്രിപ്പ് തന്നെ മതി, അത് ഇനിയും എൻഹാൻസ് ചെയ്താൽ മതി, അങ്ങനെ എത്തുന്ന ആയിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ സമയത്ത് വേറെ കോച്ചിങ്ങും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല. നീറ്റ് ആണെങ്കിലും ചെയ്യാൻ ഒരു രീതിയിലുള്ള കോച്ചിങ്ങും ഇല്ല. ജസ്റ്റ് ബോർഡ് എക്സാം ലെവൽ മാത്രമേ പ്ലസ് വൺ പ്ലസ് ടു ഇരുന്ന് പഠിച്ചിട്ടുള്ളൂ. അപ്പം അതിന് ശേഷമുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? പിന്നെ നമ്മളുടെ ക്രാഷ് കോഴ്സ് 25-ൽ ജോയിൻ ചെയ്തു. അപ്പം ആ ഒരു ക്രാഷ് കോഴ്സിൽ എങ്ങനെയാണ് അതിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? സോ ഓബ്വിയസ്ലി ഗൈഡൻസ് ഫുള്ള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ തന്നെ പോയി നിന്ന്, അതേപോലെ തന്നെ മെൻറ്റർഷിപ്പ് അതെനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 50 ഡേയ്സ് ആണല്ലോ ഒരു ക്രാഷ് കോഴ്സ്, നമ്മൾ 50-60 ഡേയ്സ് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ഓഫ് ടൈം പുറമേയുള്ള ആൾക്കാർ ചിന്തിക്കുന്ന സമയത്ത് 2 മാസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് സമയമാണ്. പക്ഷെ അതിൽ തന്നെ ഇപ്പോൾ പറഞ്ഞു ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷനിലൊന്ന് പുഷ് ചെയ്യാൻ പറ്റുന്നു. ആ. എത്രത്തോളം ആദിലിന് പേഴ്സണലി പുഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ആൻഡ് ഇനീഷ്യലി എത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു അതിൽ ഈ പുഷ് ചെയ്ത ഈ 2 മാസം പുഷ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ളതിൽ? എൻ്റെ ബോർഡ് എക്സാമിൻ്റെ ഇടയിൽ ബയോളജിക്ക് വേണ്ടിയിട്ട് 2 ആഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം തന്നെ ഞാൻ IITൻ്റെ പ്രീവിയസ് ഇയർ പേപ്പർ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി ബോർഡ് ലെവൽ പ്രിപ്പ് പോകാൻ. അന്നേരം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ലോണം പുഷ് ചെയ്യണം. അതായത് എനിക്ക് ബോർഡ് എക്സാമിന് ബയോളജിക്ക് 2 ആഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഫസ്റ്റ് 1 വീക്ക് IITന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രോബ്ലംസും ഒന്നും ചെയ്യാമെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പ്രീവിയസ് ഇയർ പേപ്പർ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ലോ സ്കോർ ആയിരുന്നു. അപ്പോൾ അന്നേരം തന്നെ എല്ലാ കോൺഫിഡൻസും പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ തീരുമാനിച്ച് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഹൈ ലെവലിൽ പ്രോബ്ലം സോൾവിങ്ങോ അതും കാര്യങ്ങൾ ചെയ്യണം. KVP അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിരുന്നു എൻ്റെ മെയിൻ സോഴ്സ് ബോർഡ് എക്സാം കഴിഞ്ഞോട്ടെ. പിന്നെ നമ്മളുടെ മെൻറ്റർഷിപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്രിസ്പറിലുള്ള മെൻറ്റേഴ്സ് എല്ലാം ഐസറിലുള്ള മെൻറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ഒരു ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആൾക്കാരെ എത്രത്തോളം ഈ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ അതിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഐ മീൻ അവർ ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു ഓബ്വിയസ്ലി. കാരണം ഡൗട്ട് ചോദിച്ചാൽ അന്നേരം തന്നെ അല്ല, രാവിലെ ചോദിച്ചാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവരുടെ റെസ്പോൺസ് എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്താണെങ്കിലും ഗൈഡൻസിന് അവർ എപ്പോഴും ഉണ്ടായിരുന്നു, ഏതൊക്കെ പുഷ് രീതിയിൽ ചെയ്യാനും ഉണ്ടായിരുന്നു. ഏത് രീതിയിലുള്ള ഹെൽപ്പായിരുന്നു അതിന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ മെൻറ്റേഴ്സ് കാരണം എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടി എന്നുള്ളത് ഏത് ആസ്പെക്റ്റിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്? ഓബ്വിയസ്ലി അവരൊരിക്കൽ ക്ലിയർ ചെയ്താണ് എക്സാം. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെന്താ ചെയ്തിരുന്നത് അത് ഞങ്ങളും കൂടി അപ്ലൈ ചെയ്യും. കാരണം ഞാൻ ഫസ്റ്റ് പ്രോബ്ലംസ് എത്രക്കും ചെയ്യാൻ പറ്റും അത്രക്കും ചെയ്യുന്നത്, എത്ര ചെയ്യുന്നൊന്നും നോക്കിയിട്ടുണ്ടായില്ല. പിന്നെ അതിൻ്റെ എൻ്റെ മെൻറ്ററായിരുന്ന ഗൗതം തേച്ചർ, അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിനിമം 100 ചെയ്യും, പിന്നെ അതിൻ്റെ ആ നമ്പർ ഇൻക്രീസും ചെയ്യും, അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മതിയെന്ന്. അതായത് നമ്മളെ ലിമിറ്റിലേക്ക് ഇങ്ങനെ ആ. പുഷ് ചെയ്യും ഒരാൾ. പിന്നെ അങ്ങനെ ഞാനും അതേപോലെ തന്നെ പ്രോബ്ലംസ് മാത്സ് പെർ ഡേ ചെയ്യാൻ നോക്കിയത്. അത് ഭയങ്കര ഹെൽപ്പായിരുന്നു ഓബ്വിയസ്ലി ക്വസ്റ്റ്യൻ ചെയ്യല്. പിന്നെ പ്രിപ്പറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ എക്സാമൊക്കെ അടുക്കുന്ന സമയത്ത് ഇനി ജസ്റ്റ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഒക്കെ ഉള്ള സമയത്ത്, അതായത് നമ്മുടെ ഒരു റിവിഷൻ കഴിഞ്ഞു, എക്സാം സീരീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫൈനൽ ലാപ്പിൽ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? കൂടുതൽ റിവൈസ് ചെയ്യുകയാണോ ചെയ്തിരുന്നത്, അതോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണോ ചെയ്തിരുന്നത്? രണ്ടും ഈക്വലി പുഷ് ചെയ്യണം. കാരണം രാവിലെ ഒരു 6 മണിക്കൂറല്ല, ഒരു 4 മണിക്കൂർ ഓബ്വിയസ്ലി ടെസ്റ്റിനും പിന്നെ ഔട്ട് സൈഡ് ഞാൻ ഒരു KVP ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് ബാങ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വെറുതെ റാൻഡം പേജ് എടുക്കുക, സോൾവ് ചെയ്യുക, ആ പേജ് നോട്ട് ചെയ്ത് വെക്കുക, അതിലുള്ള എല്ലാ പ്രോബ്ലംസും തെറ്റിയത് മൊത്തം ഏത് കൺസെപ്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതെല്ലാം നോക്കി വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ വൈകിട്ട് രാത്രി നേരങ്ങളിൽ അതിലുള്ള ടോപ്പിക്സ് ഒന്ന് വീണ്ടും ബ്രഷപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആ പ്രോബ്ലത്തിൻ്റെ ഒരു എറർ നോട്ട് അതിനെ ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു പോകാന്നുള്ളതിലുപരി തെറ്റിക്കുന്നത് ഏതാന്നുള്ളത് അത് മനസ്സിലാക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്നുള്ള സന്തോഷം, പക്ഷെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട എന്ത് കിട്ടുന്നില്ല എന്നുള്ളതിന് അത് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മളെ കോൺസെപ്റ്റ് ആണ് ക്ലിയർ.
അതാണ് നമ്മളുടെ ഒരു ടേക്ക് അവേ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലേൺ ഫ്രം മിസ്റ്റേക്ക്. പിന്നെ ഇനി ഇപ്പൊ നമ്മളുടെ ഈ ഒരു കോൺവെർസേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും അടുത്ത വർഷം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ ഉള്ള കുട്ടികളായിരിക്കും. ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം കൊണ്ട് തന്നെ ഒന്ന് പുഷ് ചെയ്ത് നമുക്കൊരു ഐസറിൽ ക്ലിയർ ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു അഡ്വൈസ് അടുത്ത വർഷം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്ത് മോഡിഫിക്കേഷൻ ആയിരിക്കും അല്ലെങ്കിൽ എന്ത് അഡ്വൈസ് ആണ് അതിന് ഇനി വരുന്ന അടുത്ത ബാച്ച് ഓഫ് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്? അതായത് എൻ്റെ മെയിൻ മിസ്റ്റേക്ക് ബോർഡ് ലെവൽ മാത്രം പോരാ. അതായിരുന്നു എൻ്റെ മെയിൻ മിസ്റ്റേക്ക്. സോ ഓബ്വിയസ്ലി ഔട്ട്സൈഡ് ഓഫ് ദ ബോർഡ് ഇതിന് വേണ്ടിയിട്ട് ടെസ്റ്റിനായിട്ട് കുറച്ചും കൂടെ ഹയർ ലെവലിൽ പഠിക്കണം. ഹയർ ലെവലിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. സോ ഓബ്വിയസ്ലി കൺസെപ്റ്റ് സെയിം ആണെങ്കിലും അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അതൊരിക്കലും ടെക്സ്റ്റ് ബുക്സിൽ എക്സ്പ്ലോർ ചെയ്യാറില്ല. ബട്ട് യെസ്, അത് എങ്ങനെ ചെയ്യണമെന്ന് ഏത് ജെഇ ലെവലിലാണെങ്കിലും പ്രോബ്ലംസ് വെച്ച് ചെയ്യണം. അതായത് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്? ജെഇ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാം. പിന്നെ KVPY ക്വസ്റ്റ്യൻസ് നല്ലതാണ്. കാരണം ഓബ്വിയസ്ലി KVPY ന്നാണ് IIT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇവോൾവ് ചെയ്തത്. ആ. പിന്നെ ഒളിമ്പിയാഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ നമ്മളുടെ മെറ്റീരിയലിൽ തന്നെ ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മാത്രം മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒരു ചാപ്റ്ററിന് 60 ക്വസ്റ്റ്യൻസ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ. അത് ഒരുപക്ഷെ ക്രാഷ് കോഴ്സിനില്ലായിരുന്നു, ഈ വർഷം തൊട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ക്വസ്റ്റ്യൻസിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിന് ചെയ്യണം എന്നാണ് ആദ്യൻ്റെ ഒരു വിശ്വാസം? ഓബ്വിയസ്ലി എൻ്റെ ഒരു ധാരണ ഏതാ വീക്ക് പോയിന്റ് അത് ഫോക്കസ് ചെയ്യണം എന്നാണ്. സോ ഒരു ചാപ്റ്റർ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ്സ് ഫുൾ ക്ലിയർ ആക്കണം, പിന്നെ അതിൻ്റെ പ്രോബ്ലംസിലേക്ക് പോകണം. ഈ ഒരു പലപ്പോഴും ജെഇയോ അല്ലെങ്കിൽ നീറ്റോ ഒക്കെ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻസും നമ്മുടെ ക്രാഷ് കോഴ്സിനുണ്ടായിരുന്നു. അതെ, അതിൻ്റെ പേഴ്സൻ്റ് ഇയർ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ ഒരു വർഷം 3 സബ്ജക്റ്റ് മാത്രം പഠിച്ചതുകൊണ്ട് ഒരു സബ്ജക്റ്റ് വീക്കായി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൽ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? 4 സബ്ജക്റ്റും ഒരുപോലെ പ്രിപ്പയർ ചെയ്ത് പോയത് കൊണ്ടാണ് ഒരു കുറച്ചൊരു സേഫ് സ്കോറിലേക്ക് എത്താൻ പറ്റിയത് എന്നാണ് വിചാരിക്കുന്നത്. 3 സബ്ജക്റ്റിൽ നിന്ന് ഈ ഒരു സ്കോർ പോസിബിൾ ആവുമോ? ഓബ്വിയസ്ലി 100% ക്ലിയർ ആണെങ്കിൽ ഈ 3 സബ്ജക്റ്റും അതാണെങ്കിൽ എന്തായാലും പറ്റും. വിച്ച് ഈസ് ഇമ്പോസിബിൾ. യെസ്, അത് ഓബ്വിയസ്ലി ഇമ്പോസിബിൾ ആണ്. പക്ഷെ എന്നാലും അത്രക്കും കോൺഫിഡൻ്റ് ആണ് ഈ 3 സബ്ജക്റ്റിൽ. എല്ലാ 15 ക്വസ്റ്റ്യനും കിട്ടാം, അതിലൊരു ഇതുമില്ല. അതെ, പക്ഷേ തിങ് ഈസ് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർക്ക് 3 സബ്ജക്റ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് നേരിട്ട് വന്ന ഒരാളായതുകൊണ്ട് തന്നെ 4 സബ്ജക്റ്റ് ഓർമ്മയുണ്ട്. പിന്നെ 4 ഒരുപോലെ പുഷ് ചെയ്യാനും പറ്റി. അപ്പോൾ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ്. അതെ, അത് പലപ്പോഴും നമ്മൾ എക്സ്പെക്റ്റേഷൻ വെക്കുക കൂടുതൽ സ്വാഭാവികമായിട്ട് ഒരു വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടീനെ ആവുമല്ലോ. അതായത് പലപ്പോഴും കുട്ടികൾ ഒന്നെങ്കിൽ ജെഇക്ക് വേണ്ടിയായിരിക്കും പഠിക്കുക, അല്ലെങ്കിൽ നീറ്റിന് വേണ്ടിയായിരിക്കും പഠിക്കുക. അപ്പം നമ്മളുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്ത് റിപ്പീറ്റേഴ്സ് ആയിട്ട് വന്ന ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്റ്റ് വീക്ക് ആയതുകൊണ്ട് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പം ആദിലാണെങ്കിലും ശ്രീനന്ദയാണെങ്കിലും. അപ്പം നമുക്ക് കഴിഞ്ഞ വർഷം 2 ആൾക്കാരാണല്ലോ ഐസറിൽ കയറിയത്. ഈ നിങ്ങളുടെ 2 ആളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഫ്റ്റർ ബോർഡ് എക്സാം ആണ് നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് 4 സബ്ജക്റ്റും കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണത്, 4 സബ്ജക്റ്റും മറക്കാതെ കയ്യിലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് 4 ഒരുപോലെ പുഷ് ചെയ്യാൻ പറ്റിയത്. യെസ്. അല്ലേ? അപ്പം ഒരു സിംഗിൾ പീസ് ഓഫ് അഡ്വൈസ് നമ്മളുടെ ഓഡിയൻസിൽ ഇനി അടുത്ത വർഷം എഴുതാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൽ പറയുന്നത്? ഓബ്വിയസ്ലി അടുത്ത കൊല്ലം ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള, ഇഫ് യു ആർ ദാറ്റ് മച്ച് ഡിറ്റർമൈൻഡ് ഓൺ സയൻസ് ആൻഡ് റിസർച്ച്, ലൈക്ക് ഐസർ ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ യു. കാരണം ഇതിന് എല്ലാ സപ്പോർട്ടും എല്ലാ റിസോഴ്സും എല്ലാം ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഈ എത്ര മാസം ബാക്കിയുണ്ട്? 5 മാസം. ഈ 5 മാസത്തിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഫുൾ ഡിറ്റർമിനേഷൻ ഫോക്കസിലും ചെയ്താൽ എന്തായാലും കിട്ടും. ഓബ്വിയസ്ലി എനിക്കും സെൽഫ് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിനായിട്ട് സാറുണ്ടായിരുന്നു, മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ കൂടെ പാരൻസും ഉണ്ടായിരുന്നു എന്തിനു ആണെങ്കിലും. സോ കൂടെ തന്നെ നിന്ന് ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ. എസ്പെഷ്യലി ഡിറ്റർമൈൻഡും ഫോക്കസ് ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ എന്തായാലും പറ്റും. ഓൾ ദ ബെസ്റ്റ്.
അപ്പം അത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ കോൺവെർസേഷനിൽ വന്നത്. ഐ തിങ്ക് നമ്മളുടെ ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആസ്പയറിങ് ഐസർ ആസ്പിറൻസിന് ഇത് വാല്യൂ ഡെലിവർ ചെയ്ത കാര്യമാണ്. കാരണം ഒന്നാമത്തെ വർഷം തന്നെ റിപ്പീറ്റ് ഒന്നും ചെയ്യാതെ വെറും ബോർഡ് എക്സാമിന് ശേഷമുള്ളൊരു ഷോർട്ട് ടൈം സ്പാനിൻ്റെ പ്രിപ്പറേഷനിൽ ഐസർ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കൺഗ്രാജുലേഷൻ. അത് ഞാൻ റിസൾട്ട് വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ ഇപ്പം ഐസർ കൊൽക്കത്തയിലേക്ക് എത്തിയത് നമ്മളോട് ഷെയർ ചെയ്തതുപോലെ ബയോളജിയിലൊരു റിസർച്ച് ഇൻട്രസ്റ്റ് ആണ് ഇപ്പം ഇനീഷ്യലി ഉള്ളത്. അത് മേ ബി ചേഞ്ച് ആവാം. പക്ഷേ ഐസർ കഴിയുമ്പോഴേക്കും ഒരു നല്ലൊരു സ്ഥലത്ത് PhD ചെയ്യാനും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് കേരളത്തിൽ നിന്നും ഒരു ഇൻഫാക്ട് നമ്മളുടെ മിഷൻ ആൻഡ് വിഷനും അത് തന്നെയാണ്, ടു മേക്ക് മോർ സയൻറ്റിസ്റ്റ് ഫ്രം കേരള. അപ്പം ആ ഒരു മിഷനുമായിട്ട് അലൈൻ ചെയ്ത് അതിന് മുന്നോട്ടുള്ള യാത്രയിൽ ഷൈൻ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് നമ്മളുടെ ക്രിസ്പർ ലേണിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഒരു സമ്മാനം അതിൻ്റെ ഉണ്ട്. നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതും ഇപ്പം ഐസർ കൊൽക്കത്തൻ്റെ വെക്കേഷൻ ടൈം അല്ലേ, വെക്കേഷൻ്റെ സമയത്ത് നമ്മളെ കാണാനെത്തി. ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയിലും വരുന്നത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.